കുണ്ടന്നൂർ വൈറ്റില ഫ്ലൈ ഓവർ കാണാനായിട്ട് പോവുകയാണ്. കാണാനല്ല, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. നേരത്തെ ഇത് പണിയുന്ന സമയത്തെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പണി നടന്ന പണിയുടെ ഓരോ ഘട്ടങ്ങളും നമ്മൾ ഇതുവഴി പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വഴിയെല്ലാം ബ്ലോക്കായിരുന്നു. ഇവിടെ ആകെപ്പാട് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഈ മരട് സൈഡിലോട്ടുള്ള വണ്ടികളും ഇവിടെ മൊത്തം ട്രാഫിക് മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, നേരെ മുന്നേ കാണുന്നതാണ് കുണ്ടന്നൂർ ഫ്ലൈ ഓവർ. അതിൻ്റെ മേളിൽ കൂടെ വണ്ടികൾ പോകുന്നത് കാണാം. അത് ഒരു ആ കളറ് എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ഒരു നീല കളറും ചുമന്ന കളറും പിന്നെ ഒരു മഞ്ഞ കളറും, നല്ല ഉഗ്രം കോമ്പിനേഷൻ. ഒരു ഏതാ വൈറ്റ് അല്ല, അതൊരു ഐവറി എന്തോ ഒരു കളറ്. ഏതായാലും നല്ല നല്ല വൃത്തികേടായിട്ടുണ്ട്. ഒരു കളർ കോമ്പിനേഷൻ തീരെ കൊള്ളില്ല എന്ന് പറയാം. കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. അപ്പം നമുക്കിപ്പം നമ്മളെ കുണ്ടന്നൂര് നേരെ കാണുന്നതാണ്. ഈ കുണ്ടന്നൂര് നേരത്തെ ഇതുവഴി ക്രോസ് ചെയ്ത് പോകാനൊന്നും പറ്റില്ലായിരുന്നു. ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു വണ്ടികളുടെ എല്ലാം. പിന്നെ റോഡ് മൊത്തം കുഴിയും ആകപ്പാടെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കുണ്ടന്നൂർ ഫ്ലൈ ഓവർ. ഈ കുണ്ടന്നൂർ ഫ്ലൈ ഓവറിൽ നമ്മൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നെട്ടൂർ വരെ പോയി യൂ ടേൺ എടുത്ത് വരണം. റോഡ് സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ എന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. സാധാരണ നമുക്ക് അധികം യൂസ്ഫുൾ അല്ല ശരിക്കും. നമുക്ക് തൃപ്പൂണിത്തുറക്കാർക്ക് വളരെ തൃപ്പൂണിത്തുറയല്ല, മരട് വഴി വരുന്നവർക്ക് അധികം യൂസ്ഫുൾ അല്ല ഈ കുണ്ടന്നൂർ ബ്രിഡ്ജ്. നമുക്ക് എപ്പോഴും കയറേണ്ടി വരുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വെറുതെ കുണ്ടന്നൂർ ഫ്ലൈ ഓവർ കയറാൻ വേണ്ടി ഇന്ന് പോവുകയാണ്, അതിന് വേണ്ടി മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ മേളിൽ കയറി. ബാക്കിൽ കൂടെ കാണുന്നതാണ് കുണ്ടന്നൂർ ഫ്ലൈ ഓവറിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ബാക്കിൽ കൂടെ വരുന്നത്. നമ്മൾ നേരെ ആ റോഡിലേക്ക് കയറിയിട്ട് നമ്മൾ പോവുകയാണ്. നിലയമാണ് ഇവിടുത്തെ. എന്നിട്ട് നമ്മളിങ്ങനെ നേരെ നെട്ടൂരിന് പോകുന്നു. നെട്ടൂർ പോയിട്ട് യൂ ടേൺ എടുത്ത് വരണം. നെട്ടൂരിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കിടക്കുന്ന വണ്ടികളെയൊക്കെ പൊക്കാണ് പോലീസ്. അവിടെ ഇട്ടിരിക്കുന്ന വണ്ടികളെ പൊക്ക് വന്നത് കേട്ടോ. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് വണ്ടികളെ പൊക്ക് ചെയ്താ പോലീസ്. അവിടെ അത് കൊണ്ടിട്ടിട്ടാണ് നിർത്തി ടോയിങ്. അപ്പോൾ നെട്ടൂര് എത്തി. നെട്ടൂരിൽ നിന്ന് യൂ ടേൺ എടുക്കുകയാണ്. യൂ ടേൺ എടുക്കാൻ കുറേ വണ്ടികളുണ്ട്. എല്ലാവരും കുണ്ടന്നൂർ ഫ്ലൈ ഓവറിൽ കയറാൻ വേണ്ടി തന്നെ യൂ ടേൺ എടുക്കുകയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അല്ലെങ്കിൽ ഇവിടെ ഇത്രയും തിരക്ക് വരാറില്ല. ഇപ്പോൾ യൂ ടേൺ എടുക്കാനുള്ള ആൾക്കാർ എല്ലാവരും ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും കുണ്ടന്നൂർ വൈറ്റില ഫ്ലൈ ഓവർ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എറണാകുളത്തുകാരുടെ ഒരു വികാരം തന്നെയാണ് കുണ്ടന്നൂർ വൈറ്റില ഫ്ലൈ ഓവേഴ്സ്. എല്ലാവരും ഇന്നലെ സൺഡേ ആയതുകൊണ്ട് അത് കാണാനായിട്ട് തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടെ കയറാനായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് കൂടുതലും ആൾക്കാർ എന്ന് തോന്നുന്നു. അങ്ങനെ നേരെ കാണുന്നതാണ് കുണ്ടന്നൂർ ഫ്ലൈ ഓവറിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ എറണാകുളത്തുകാരുടെ വളരെ കാലമായിട്ടുള്ള സ്വപ്നം അങ്ങനെ പൂവണിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കുണ്ടന്നൂർ ബ്രിഡ്ജിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വളരെ വീതിയുള്ള റോഡാണ്. ഒരു 6 ലൈൻ റോഡാണിത്. ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ, ചുറ്റിനൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. ശരിക്കും 6 ലൈൻ റോഡാണ്. നല്ല വീതിയാണ്. നല്ല ഉഗ്രം റോഡാണ്. 750 മീറ്ററോളം നീളമുണ്ട് ഈ കുണ്ടന്നൂർ ഫ്ലൈ ഓവറിന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വൈറ്റില ഫ്ലൈ ഓവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റില ഫ്ലൈ ഓവർ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ കൂടുതൽ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. വൈറ്റില ഫ്ലൈ ഓവറിലേക്ക് പോകുന്നു. അങ്ങനെ വൈറ്റില ഫ്ലൈ ഓവറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റില ഫ്ലൈ ഓവർ നേരെ കാണാം.
വൈറ്റില ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ വൈറ്റില ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം താഴെക്കൂടെ റോഡ്, അതിൻ്റെ മേളിൽ കൂടെ വൈറ്റില ഫ്ലൈ ഓവർ, അതിൻ്റെ മേളിലാണ് മെട്രോ. അപ്പം മെട്രോയുടെ ലൈൻ അങ്ങനെ പോകുന്നത് ഒരു ഹൈറ്റിൻ്റെ ഒരു പേരിലൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഹൈറ്റ് പ്രശ്നമാവുമോ, വലിയ ഹൈറ്റുള്ള വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അതിൽ തട്ടുമോ എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതും ഒരു 6 ലൈൻ റോഡാണ്, 6 ലൈൻ റോഡാണ്. 700 മീറ്ററാണ് ഇതിൻ്റെ നീളം. നമ്മൾ അതിൻ്റെ ആ മെട്രോയിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം മെട്രോ വലിയ ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല ശരിക്കും. അത് മുട്ടുമോ എന്നൊരു സംശയം നമുക്കും തോന്നും അത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ഒന്നും മുട്ടില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ ഉറപ്പാക്കി. ഇന്നലെ ഒരു കണ്ടെയ്നർ ലോറിയിൽ വഴി പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് മുട്ടില്ല ഇപ്പം, ഉറപ്പാണ്. പക്ഷെ വളരെ അടുത്തോടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഹൈറ്റ് കുറവാണെന്ന് തോന്നുന്നു. അതിന് നമ്മൾ വൈറ്റില ഫ്ലൈ ഓവറിന് താഴെ കൂടെ പോകാൻ പോവാണ്. അപ്പം വൈറ്റിലയുടെ ഫ്ലൈ ഓവറിൻ്റെ ഒരു എൻട്രി നല്ല ഭംഗിയായിട്ടുണ്ട്. മറ്റേ കുണ്ടന്നൂർ അങ്ങനെ ഒരു എൻട്രി നമുക്കതൊരു ഒരു കൺഫ്യൂസ്ഡ് ആണ്. അത് ശരിക്കും മരട് സൈഡിലൊക്കെ ഒന്ന് വണ്ടികൾ എവിടെ തിരിയണം എന്നുള്ളതിനെ പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ വൈറ്റിലയിൽ അത് നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ചെയ്യണം എന്നുള്ളത്. അവിടെ റോഡിലെ ബോർഡും ഒക്കെ ആയിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് 2 റോഡും നമുക്ക് കാണാൻ പറ്റും. നേരെ പോകേണ്ടതും എങ്ങനെയാണെന്ന്, സൈഡിലേക്ക് ഇറങ്ങേണ്ടതും. പക്ഷേ കുണ്ടന്നൂർ അതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. കുണ്ടന്നൂർ അത് ശരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇപ്പം മരട് സൈഡിലേക്കോ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ സൈഡിലേക്കോ ഉള്ള വണ്ടികൾ എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി അവിടെ കൺഫ്യൂഷനാണ് ആകെ. പക്ഷേ ഇവിടെ നല്ല ക്ലിയർ ആണ്, എഴുതിയിട്ടുണ്ട്. എറണാകുളം മൂവാറ്റുപുഴ എല്ലാവരും ലെഫ്റ്റിലേക്ക് പോകണമെന്ന് നല്ല വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് ഈ സൈഡിൽ കൂടെ ഇറങ്ങി പോവാം. താഴേക്ക് ഇറങ്ങി അങ്ങ് പോയാൽ മതി. എറണാകുളത്ത് പോകുന്നവർക്ക് തൃപ്പൂണിത്തുറ തിരക്ക് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. എറണാകുളം തൃപ്പൂണിത്തുറ സൈഡിലുള്ളവർ മാത്രം ഇതുവഴി ഇറങ്ങിയാൽ മതി. ബാക്കിയുള്ളവർക്ക് നേരെ ഫ്ലൈ ഓവറിൽ കൂടെ അങ്ങ് പോകാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വൈറ്റില ഫ്ലൈ ഓവർ. കാണാം മെട്രോ മേളിൽ കൂടെ പോകുന്നു. സിഗ്നലൊക്കെ വെച്ചിട്ടുണ്ട്. സിഗ്നലൊക്കെ വന്നിട്ടുണ്ട്. ഗ്രീനാണ് ഇപ്പോഴാണ്. 2-3 വഴികൾ അതുവഴി ഇതുവഴിയൊക്കെ പോകുന്നുണ്ട്. ആകെ ഒരിത്തിരി കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെയും. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി, ആ റോഡ് ഇപ്പോഴും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് പ്രശ്നം. അവിടുന്ന് എറണാകുളത്ത് നിന്ന് വരുന്ന റോഡ് ഇപ്പോഴും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇവിടെ എനിക്കൊന്ന് സിഗ്നൽ വെക്കുന്നതിൽ ഇവിടെ ഒരു സിഗ്നൽ ആകെ ഒരു കൺഫ്യൂഷൻ ആണെന്നാണ് തോന്നുന്നത്. ഒരു 5-6 സിഗ്നൽ അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. സിഗ്നലിൻ്റെ ലൈറ്റുകൾ അത് പൊതുവേ ഒരു 4-5 റോഡ് അവിടുന്ന് ഇവിടുന്ന് കയറി വരുന്ന ഒരു ഫീലിംഗ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതെന്താണെന്ന് അറിയില്ല. തിരിഞ്ഞൊക്കെ പോകുന്നതുകൊണ്ട് ആകെ കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു. പക്ഷെ കുണ്ടന്നൂർ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല. കുണ്ടന്നൂർ ഓൾറെഡി തന്നെ പോകുന്നുണ്ടായിരുന്ന വണ്ടികൾ അടിയിൽ കൂടുതൽ. ഓക്കെ, അപ്പോൾ അതാണ് വൈറ്റില കുണ്ടന്നൂർ ഫ്ലൈ ഓവേഴ്സ്. നമ്മൾ അത് കാണാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഈ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളിന്ന് ഈ ഒരു സൺഡേ ഈ ഡ്രൈവ് ചെയ്തത്. ഇന്നലെ ഉദ്ഘാടനം ചെയ്ത വൈറ്റില കുണ്ടന്നൂർ ഫ്ലൈ ഓവർ നിങ്ങളെ കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. സൈനിങ് ഓഫ്.